ഇസ്ലാം പഠിപ്പിക്കുന്ന രൂപത്തിലുള്ള വിവാഹം എങ്ങനെയാണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കി വരുന്നത്. ഖിത്ബത്തുമായി ബന്ധപ്പെട്ട, പെണ്ണ് കാണലുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ സൂചിപ്പിച്ചു. നിക്കാഹിന് മഹർ നിർബന്ധമാണ്. അത് ആ സമയത്ത് തന്നെ, നിക്കാഹിൻ്റെ വേളയിൽ തന്നെ നൽകണമെന്നില്ല. അങ്ങനെ നൽകാം, നിക്കാഹ് കഴിഞ്ഞതിന് ശേഷം നൽകാം. ഏത് സമയത്താണെങ്കിലും അത് നൽകുക എന്നത് നിർബന്ധമായ കാര്യമാണ്. വആത്തുൻ നിസാഅ സുദ്ഖാതിഹിന്ന നിഹില, സ്ത്രീകൾക്ക് മനസ്സംതൃപ്തിയോടുകൂടെ, തൃപ്തിപ്പെട്ടുകൊണ്ട് അവരുടെ വിവാഹമൂല്യം മഹർ നൽകണം. അപ്പോൾ ഇഷ്ടത്തോടുകൂടെയാണ്, തൃപ്തിപ്പെട്ടുകൊണ്ടാണ് പെണ്ണിന് മഹർ നൽകേണ്ടത്. അതൊരു പൊങ്ങച്ചത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ഒരാൾക്ക് കഴിയുന്നത് അവൻ്റെ കഴിവിനനുസരിച്ച് നാട്ടിൽ പൊതുവെ ആളുകൾ നൽകുന്ന മാന്യമായതെന്തോ അതാണ് മഹറായി നൽകേണ്ടത്. മൂല്യമുണ്ടായിരിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹുവിനെ കാണുകയാണ്. അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം റഅ അല അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് അസറ സുഫ്രത്തിൻ. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ വസ്ത്രത്തിൽ സുഗന്ധത്തിൻ്റെ ചില നിറങ്ങൾ, വർണ്ണങ്ങൾ, ജഅഫറാൻ പോലെ, കുങ്കുമം പോലെയുള്ള അന്ന് ഉപയോഗിച്ചിരുന്ന വർണ്ണങ്ങളുള്ള ചില സുഗന്ധം, അതിൻ്റെ അടയാളം അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ വസ്ത്രത്തിൽ കാണുന്നു. സ്ത്രീകൾക്ക് അവരുടെ മഹ്റമ് മാത്രമുള്ള ഇടങ്ങളിൽ അവരുടെ ഭർത്താവിൻ്റെ കൂടെ വർണ്ണങ്ങളുള്ള, നിറങ്ങൾ കുറഞ്ഞ സുഗന്ധങ്ങൾ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ സ്ത്രീകൾ ഉപയോഗിക്കുന്ന സുഗന്ധം, അതിൻ്റെ നിറം അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിൻ്റെ വസ്ത്രത്തിൽ കണ്ടപ്പോൾ റസൂലുള്ളാഹി ചോദിച്ചു, മാ ഹാദാ, ഇതെന്താണ്? അദ്ദേഹത്തിൻ്റെ മറുപടി, യാ റസൂലല്ലാഹ്, ഇന്നി തസവ്വജ്തു ഇംറഅതൻ അലാ വസ്നി നവാതിം മിൻ ദഹബ്. അല്ലാഹുവിൻ്റെ റസൂലെ, ഞാൻ കല്യാണം കഴിച്ചിട്ടുണ്ട്. ഒരു ഈത്തപ്പഴക്കുരുവിൻ്റെ തൂക്കം, ആ തൂക്കം വരുന്ന സ്വർണം മഹർ നൽകി ഞാനൊരു പെണ്ണിനെ വിവാഹം കഴിച്ചു, എൻ്റെ കല്യാണം കഴിഞ്ഞു. അപ്പോൾ സ്വർണമാണ് അവിടെ സ്വഹാബി മഹറായി നൽകിയത്. അള്ളാൻ്റെ റസൂൽ ചോദിച്ചിട്ടില്ല, എന്താണ് അബ്ദുറഹ്മാൻ, ഖുർആനിനല്ലേ മൂല്യം, അതുകൊണ്ട് ഖുർആനല്ലേ മഹർ കൊടുക്കേണ്ടത്, നല്ല അഫ്ളലായൊരു കാര്യം നീ നഷ്ടപ്പെടുത്തിയല്ലോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരുത്തിയിട്ടില്ല. നമ്മുടെ നാട്ടിലൊരു പൊതുവെ ഒരു ധാരണ, ഖുർആൻ മഹർ കൊടുത്താൽ അത് വലിയ മഹത്തായ കല്യാണമാണ്, അതാണ് മാതൃകാപരമായൊരു കല്യാണം, ഖുർആനാണ് ഏറ്റവും മൂല്യം, അതുകൊണ്ട് ഖുർആൻ ഞങ്ങൾ മഹർ കൊടുക്കുന്നു എന്ന് കരുതിയിരിക്കുന്ന, അത് പ്രചരിപ്പിക്കുന്ന ആളുകളുണ്ട്. കല്യാണം 15 ലക്ഷത്തിന് പൊടി പൊടിച്ച് കല്യാണം നടത്തും, മഹർ ഖുർആനായാൽ അത് ലളിതമായി എന്നാണ് ആളുകൾ കരുതിയിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭാര്യമാർക്ക്, റസൂലുള്ളാഹിയുടെ മക്കൾക്ക് ഖുർആനിനും മൂല്യമുണ്ട് എന്നറിയുന്ന അള്ളാഹുവിൻ്റെ റസൂൽ ഖുർആനൊരു പേപ്പറിൽ എഴുതി കൊടുത്ത് അത് മഹറായി നിശ്ചയിച്ചിട്ടില്ല. ഊഖിയകൾ, അന്നത്തെ നാണയങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹർ നിശ്ചയിച്ചു. സഫിയ റളിയല്ലാഹു തആല അൻഹയെ അവരുടെ മോചനമാണ് മഹറായി നിശ്ചയിച്ചത്. അത് മഹർ ശരിയാകില്ല എന്നല്ല പറഞ്ഞത്, മറിച്ച് മൂല്യമുള്ള വസ്തുവാണ് അവിടെ മഹറായി നൽകേണ്ടത്. മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു സ്വർണമാണ്, ഒരു ഈത്തപ്പഴക്കുരുവിൻ്റെ തൂക്കം വരുന്ന സ്വർണം അവിടെ മഹറായി നിശ്ചയിച്ചു. അള്ളാഹുവിൻ്റെ റസൂൽ അത് നിരുത്സാഹപ്പെടുത്തിയിട്ടില്ല, അതിനെ എതിർത്തിട്ടില്ല. ഇപ്പോൾ സ്വർണത്തേക്കാൾ കുറഞ്ഞ മൂല്യമുള്ളത് മഹർ നൽകാം, അത് കൂടിയാൽ അതിനെയും ഇസ്ലാം എതിർക്കുന്നില്ല.
അതിനുശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഫബാറകല്ലാഹു ലക്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ പ്രാർത്ഥിക്കുകയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ അവിടെ സങ്കടം പറഞ്ഞു, എന്തുകൊണ്ട് എന്നെ കല്യാണം അറിയിച്ചില്ല? തെറ്റിയോ? ഇനി അബ്ദുറഹ്മാൻ, നീയുമായിട്ടൊരു ബന്ധവുമില്ല? നമ്മുടെ നാട്ടിലെ പല കല്യാണങ്ങളിലും കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഒരു 5 കുടുംബ ബന്ധം അതിൻ്റെ പേരിൽ മുറിഞ്ഞിട്ടുണ്ടാകും. കാരണം വിളിച്ചില്ല, നേരിട്ട് വന്ന് വിളിച്ചില്ല, ഫോണിലൂടെയാണ് വിളിച്ചത്. അതും നിക്കാഹിന് മാത്രമേ വിളിച്ചിട്ടുള്ളൂ. ചെറിയ കാരണങ്ങളുടെ പേരിൽ ബന്ധം മുറിക്കുന്ന ആളുകൾ. നോക്കൂ, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിൻ്റെ കല്യാണം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിഞ്ഞിട്ടില്ല, റസൂലുള്ളാഹിയെ വിളിച്ചിട്ടില്ല. ഒരു കല്യാണ വീട്ടിൽ പുതിയാപ്പിള ഇറങ്ങുന്ന സമയത്ത് ധരിച്ച വസ്ത്രം അത് അമ്മോനോട് അനുവാദം ചോദിക്കാത്തതിൻ്റെ പേരിൽ തിരിച്ചുപോയി ആ ഡ്രസ്സ് ഊരി ആ കാണുന്ന ആളുകളുടെ മുന്നിലൂടെ അവൻ വരാണ് വീണ്ടും. എന്തിന്? ഞാൻ ഡ്രസ്സ് ധരിക്കട്ടെ എന്ന് അമ്മാവനോട് അനുവാദം ചോദിക്കാൻ. അത് കിട്ടിയാലേ ധരിക്കാൻ പാടുള്ളൂ. നാട്ടിലുണ്ടാക്കിയ മാമൂലുകളാണ്. കാരണവന്മാർ അനുവാദം കൊടുക്കണം, എങ്കിലേ ഡ്രസ്സ് ധരിക്കാൻ പാടുള്ളൂ. പെണ്ണ് ആഭരണം ധരിക്കുന്നതിന് മുമ്പ് ഉപ്പയുടെ സഹോദരിമാരുടെ അനുവാദം കിട്ടണം, എങ്കിലേ ധരിക്കാൻ പാടുള്ളൂ. 100 കൂട്ടം മാമൂലുകളാണ് നാട്ടിലുണ്ടാക്കി വെച്ചിട്ടുള്ളത്. മുതിർന്നവരെ ബഹുമാനിക്കണ്ട എന്നോ മുതിർന്നവരെ ആദരിക്കണ്ട എന്നോ ഒന്നുമല്ല, മറിച്ച് ഒരുപാട് മാമൂലുകൾ ഇത്തരത്തിൽ കൊണ്ടുവന്ന് അതെല്ലാം ആചാരമാക്കി നടക്കുന്ന അവസ്ഥയിലാണുള്ളത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ പ്രാർത്ഥിച്ചു. അതിനുശേഷം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിനോട് പറയുന്നു, ഔലിം വലൗ ബിശാത്ത്, ഒരാടിനെ അറുത്തുകൊണ്ട് നീ വലീമ നൽകണം, വിവാഹ സദ്യ നൽകണം. അപ്പോൾ കല്യാണത്തിന് ഒരു ഭക്ഷണം കൊടുത്താൽ, ഒരു ബിരിയാണി നൽകിയാൽ, ഒരു ആടിനെ അറുത്താൽ, അതൊക്കെ ധൂർത്താണ് എന്ന രൂപത്തിലല്ല മനസ്സിലാക്കേണ്ടത്. ഒരാൾക്ക് കഴിയുന്ന രൂപത്തിൽ മാന്യമായ വിവാഹ ഭക്ഷണം നൽകാം. ഒരു 10 ആളെ കൂട്ടിയിട്ട് അവർക്കുള്ള ഭക്ഷണം നൽകാനാണ് കഴിയുന്നത് എങ്കിൽ അത് മതി. 100 പേർക്ക് നൽകാനുള്ള സാമ്പത്തികമായ ശേഷി അയാൾക്കുണ്ട്. അതിൻ്റെ പേരിൽ ഒരു കടം വാങ്ങേണ്ട ആവശ്യമില്ല. 2 കുടുംബത്തിൽ നിന്നും 50 ആളുകളെ വിളിച്ച് ഒരു വിവാഹ സദ്യ നൽകിയാൽ, ഭക്ഷണം നൽകിയാൽ അത് അനിസ്ലാമികമാണ്, അത് അനാചാരമാണ് എന്ന രൂപത്തിൽ മനസ്സിലാക്കേണ്ടതില്ല. വലീമ എന്നുള്ളത് ഇസ്ലാം പഠിപ്പിച്ചതാണ്. അത് പുരുഷന്റെ ഉത്തരവാദിത്തമാണ്. അവൻ വിവാഹത്തിൻ്റെ ഭാഗമായി നൽകണം എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. അതുപോലെ തന്നെ മഹർ, അത് ആരുടേതാണ്? മഹർ പെണ്ണിൻ്റെ ഉപ്പയുടേതല്ല. കല്യാണം കഴിഞ്ഞു, ഇനി അത് എൻ്റേത് തന്നെ, പുരുഷൻ്റെതല്ല, പെണ്ണിൻ്റെ ഉപ്പയുടേതല്ല. മഹറിൻ്റെ അവകാശം പെണ്ണിനാണ്. അതിൽ നിന്ന് തിരിച്ചു ചോദിക്കാനോ അതിൽ അവകാശം പറയാനോ ആണിന് അവകാശമില്ല. മഹർ എന്നു മാത്രമല്ല, കല്യാണത്തിൻ്റെ സമയത്ത് പെണ്ണിനൊരു ആഭരണം ആ പെണ്ണിൻ്റെ ഉപ്പ നൽകിയിട്ടുണ്ടെങ്കിൽ അത് അവളുടെ സമ്പത്താണ്. അതിൻ്റെ സക്കാത്തിൻ്റെ ഉത്തരവാദിത്തം അവൾക്കാണ്. ആ പണം, ആ മാല വിറ്റ്, ആ സ്വർണം വിറ്റ് വീട് പണി നടത്തുക, ആ സ്വർണം കൊണ്ട് ഗൾഫിലേക്ക് പോവുക, ആ സ്വർണം കൊണ്ട് ബിസിനസ് നടത്തുക, എന്നിട്ടത് പൊളിക്കുക. അത് അവളുടെ തൃപ്തിയില്ലാതെയാണ് ആ പണം ഉപയോഗപ്പെടുത്തിയത് എങ്കിൽ അത് തിരിച്ചു കൊടുക്കണം. പെണ്ണിൻ്റെ തൃപ്തിയില്ലാതെയാണ് ആ പണവും ആ ആഭരണവും ഉപയോഗിച്ചത് എങ്കിൽ അത് അനർഹമാണ്, അത് തിരിച്ചു കൊടുക്കണം. അല്ല തൃപ്തിപ്പെട്ട് അവള് ഇതാ നിങ്ങൾ ബിസിനസ് തുടങ്ങിയല്ലേ, എൻ്റെ വക ഇത്ര പൈസ എടുത്തോളിൻ എന്നു പറഞ്ഞ് നൽകിയാൽ, തൃപ്തിപ്പെട്ട് നൽകിയാൽ അത് ഉപയോഗപ്പെടുത്താമെന്നല്ലാതെ പെണ്ണിൻ്റെ മഹറാകട്ടെ, പെണ്ണിൻ്റെ സമ്പാദ്യമാകട്ടെ, അവൾ ജോലി ചെയ്യുന്നുവെങ്കിൽ അവൾക്ക് ലഭിക്കുന്ന സാലറി ആകട്ടെ, അതിൽ പുരുഷൻ അവകാശമില്ല. അത് പെണ്ണിൻ്റെ സ്വത്തായിട്ടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതോടൊപ്പം മഹർ എളുപ്പമാക്കാൻ
മഹർ എളുപ്പമാക്കി ചോദിക്കാൻ ഇസ്ലാം പഠിപ്പിച്ചു. ഇന്ന മിൻ യുംനിൽ മർഅ, ഒരു പെണ്ണിൻ്റെ ബറക്കത്തിൽപ്പെട്ടതാണ്, അവരുടെ കുടുംബജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ലഭിക്കാനുള്ള കാരണമാണ് തൈസീറു സ്വദാഖിഹ, അവരുടെ മഹർ അത് എളുപ്പമായിരിക്കും. അതുകൊണ്ടൊരു പുരുഷന് പ്രയാസപ്പെടേണ്ട സാഹചര്യം ഉണ്ടാവുകയില്ല. അപ്പോൾ ലളിതമാക്കണം, മൂല്യമുള്ളതാകണം. അത് പൊങ്ങച്ചത്തിലേക്ക്, ചില നാട്ടിൽ ഞങ്ങൾ 10 പവൻ മഹർ തരും, അപ്പോൾ 100 പവൻ അവിടെ നിന്ന് ഇങ്ങോട്ട് കിട്ടണം. ഞങ്ങൾ 5 പവൻ അങ്ങോട്ട് തരും, അപ്പം നിങ്ങൾ 50 ഇങ്ങോട്ട് തരണം. അങ്ങനെയാണ് സ്ത്രീധനത്തിൻ്റെ പറച്ചിൽ. സ്ത്രീധനമെന്ന് പറഞ്ഞാൽ കല്യാണത്തിന് മുമ്പ് ആവശ്യപ്പെടുന്നതെന്തോ അത് സ്ത്രീധനാണ്. കല്യാണത്തിന് മുമ്പ് ചോദിച്ചു വാങ്ങുന്നതെല്ലാം, അത് കാറാകട്ടെ, പണമാകട്ടെ, സ്വർണമാകട്ടെ, എൻ്റെ മകൻ ഇന്നത് കിട്ടണം എന്ന് ചോദിച്ചു വാങ്ങുന്നത്, പറയുന്നത് അതെല്ലാം സ്ത്രീധനമാണ്. ഇസ്ലാം പറയുന്നത് മഹറാണ്, സ്ത്രീധനമല്ല. ഇനി നാട്ടിലെ കല്യാണങ്ങളോ, അത് ഇവന്റ് മാനേജ്മെന്റ് ടീമാണ് തീരുമാനിക്കുന്നത് എങ്ങനെയാകണമെന്നുള്ളത്. അവിടെ ദീനിന് പ്രസക്തിയില്ല, അവിടെ ഇസ്ലാമിന് പ്രസക്തിയില്ല. ആ പെണ്ണിൻ്റെയും ചെക്കൻ്റെയും രക്ഷിതാക്കൾക്ക് പോലും ഇന്ന് തീരുമാനമില്ല. ഇവർ പറയും എവിടെ നിൽക്കണം, എങ്ങനെ നിൽക്കണം, എപ്പോൾ ബാപ്പ സ്റ്റേജിൽ കയറണം, അപ്പം കയറണം. പെണ്ണിനെ മുകളിലൊരു തുണിയും വിരിച്ചു കൊണ്ടുവരാൻ, നമ്മുടെ നാട്ടിൽ മയ്യത്ത് കബർക്ക് ഇറക്കി വെക്കുമ്പോൾ ഒരു തുണി ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത് പോലെ താബിയുടെ കാലഘട്ടത്തിലുണ്ടായിരുന്നു. സ്ത്രീകളുടെ മയ്യത്ത് കബറിലേക്ക് ഇറക്കി വെക്കുമ്പോൾ അവർ തുണി ഇങ്ങനെ പിടിച്ചു നിൽക്കും. അതെന്തിനാ? സ്ത്രീകളുടെ മയ്യത്ത് മറ്റുള്ളവർ കാണാതിരിക്കാനാണ്. നമ്മുടെ നാട്ടിൽ അതിങ്ങനെ തുടരുന്നുണ്ട്. ആണുങ്ങൾ മരിച്ചാലും അതിങ്ങനെ പിടിച്ചു നിൽക്കും, ആകാശം കാണരുതെന്ന വിശ്വാസം. അങ്ങനെ പിടിച്ചു നിൽക്കുന്നൊരു ഏർപ്പാട് ദീനിലില്ല. മയ്യത്ത് കബറിലേക്ക് ഇറക്കുമ്പോൾ ആകാശം കാണാൻ പാടില്ല, അങ്ങനെ ഒരു വിശ്വാസം ഇസ്ലാമിലില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ആ തുണി പിടിക്കുന്നത് പോലെ ഒരു തുണി പിടിച്ച് അവളെങ്ങനെ കൊണ്ടുവരും. എന്നിട്ട് സ്റ്റേജിലേക്ക് കയറിയാൽ ഇവരാദ്യമായിട്ട് കാണുന്നത് പോലെ അവിടുന്ന് വിവാഹാഭ്യർത്ഥന നടത്തണം. എന്നിട്ട് മോതിരം കൈമാറുന്നു. ഇതൊക്കെ ആരാണ് പറയുന്നത്? അതിന് തീരുമാനിച്ചു വെച്ച് അതിന് പണം കൊടുത്ത് നിർത്തിയ ചില ആളുകൾ പറയുന്നതിനനുസരിച്ചുകൊണ്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇസ്ലാമിലെ വിവാഹം മാന്യമായിരിക്കണം. അതിലെ ഏതു കാര്യവും, ഭക്ഷണം കഴിക്കുന്നിടത്ത് എല്ലാവരും കൂടെ കാത്തു നിൽക്കാൻ. ഒരാൾ കഴിക്കുമ്പോൾ അതിൻ്റെ പിറകിൽ വെയിറ്റ് ചെയ്ത് നിൽക്കാൻ ആളുകൾ ഇങ്ങനെ തടിച്ചുകൂടി കാത്തു നിൽക്കുന്ന അവസ്ഥ. അവിടെ കസേരയുണ്ട്, അവിടെ ഇരുന്നാൽ മതി. ഭക്ഷണമാകുന്ന സമയത്ത് അവരെ വിളിക്കുക, ആ ആളുകൾ കയറുക, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഇറങ്ങുക. നേരെ മറിച്ച് എല്ലാവരും കൂടെ ആ വാതിലിൻ്റെ അവിടെ കാത്തു നിൽക്കുന്നു. ഇസ്ലാം പറയുന്നു യസ്സിറു വലാ തുഅസ്സിറു, ഏത് കാര്യവും നിങ്ങൾ എളുപ്പമാക്കണം. ഉസ്ർ, പ്രയാസമുണ്ടാക്കരുത്. ഏത് കാര്യത്തിലും എളുപ്പമാണ് വേണ്ടത്. ഒരു വിവാഹത്തിൻ്റെ ഭക്ഷണം കഴിക്കുന്നിടത്ത് പോലും ആളുകൾ തടിച്ചുകൂടി കസേരക്ക് വലി, ഭക്ഷണം കഴിക്കുന്നവൻ്റെ പിറകിൽ അതിങ്ങനെ കാത്തു നിൽക്കുക, അവൻ ഇപ്പം നിർത്തുന്നു നോക്കി ആ കഴിക്കുന്നവൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുക. ഇതൊന്നുമല്ല സംസ്കാരം. ആളുകൾ മാന്യമായി ഒരു ഭക്ഷണം കഴിക്കട്ടെ, ബാക്കിയുള്ളവർ പുറത്ത് അവർക്ക് കസേര ഒരുക്കണം, അവർ അവിടെ ഇരിക്കണം. കസേര ഒഴിഞ്ഞു കഴിഞ്ഞാൽ ആ കൂട്ടത്തിലെ കാരണവന്മാർ, അവിടെയുള്ള അതിൻ്റെ നേതൃത്വം നൽകുന്ന ആളുകൾ വന്ന് എത്ര ആളുകൾക്ക് ഒഴിവുണ്ടോ അവരെ വിളിച്ചു കൊണ്ടുപോയി അവരെ ഇരുത്തി മാന്യമായി ഭക്ഷണം നൽകണം. വലിഞ്ഞു കയറി വന്നവരല്ലല്ലോ, ക്ഷണിച്ചു വന്നവരാണ്. അവരോട് മാന്യമായി പെരുമാറണം, മാന്യമായി അവരെ സൽക്കരിക്കണം, പരിഗണിക്കണം. ഇതെല്ലാമാണ് ഇസ്ലാം നമ്മളോട് പഠിപ്പിക്കുന്ന രീതി. ക്ഷണിച്ചാൽ ക്ഷണം സ്വീകരിക്കൽ നിർബന്ധമാണ്. എല്ലായിടത്തും വരാം, ഇനി അവർക്കെന്ത് കരുതും എന്ന് കരുതി പറഞ്ഞു വിടാ, ഞാൻ നേരത്തെ എത്തും എന്നു പറഞ്ഞു പോകുന്ന രീതിയല്ല. ക്ഷണിച്ചാൽ ക്ഷണം സ്വീകരിക്കണം. കഴിയില്ല എങ്കിൽ എതിർ പറയണം, ഇതാ ഇന്ന പ്രയാസമുണ്ട്, ജോലിയുണ്ട്, അന്ന് വേറൊരു പ്രോഗ്രാമുണ്ട് എന്ന് പറയണം എന്നതാണ് ഇസ്ലാമിക സംസ്കാരം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അത്തരത്തിലുള്ള ഒരുപാട് ആചാരങ്ങൾ, നിക്കാഹിൻ്റെ സമയത്ത് ഉമ്മ ഉണ്ടാകാൻ പാടില്ല. മകൻ്റെ നിക്കാഹ് നടക്കുന്ന സമയത്ത് ഉമ്മ വരാൻ പാടില്ല, ഉമ്മ വീട്ടിലിരിക്കണം. ഒരേ ഒരു മകൻ, ഒരേ ഒരു മകൾ, ആ മകളുടെ നിക്കാഹ് അത് കാണാൻ ഉമ്മാക്ക് അനുവാദമില്ല. അവരെ വീട്ടിലിരുത്തി എന്നിട്ട് ഫോൺ ചെയ്ത് അറിയിച്ചു കൊടുക്കുകയാണ് നിക്കാഹ് കഴിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ നാട്ടിൽ ആരൊക്കെയോ ഉണ്ടാക്കിയെടുത്ത മാമൂലുകളാണ്.
ആരൊക്കെയോ തുടങ്ങി വെച്ച ആചാരങ്ങളാണ്. അത് ഖുർആനും ഹദീസും പോലെ ഒരു ഹർഫ് മാറ്റാതെ നമ്മളിങ്ങനെ തലമുറകളായി കൊണ്ടു നടക്കുകയാണ്. ഇസ്ലാം പഠിപ്പിച്ച രൂപത്തിൽ മാന്യമായ വിവാഹങ്ങളാണ് നമ്മുടെ കുടുംബങ്ങളിൽ നടക്കേണ്ടത്. അത്തരം വിഷയങ്ങളിൽ നേതൃത്വം നൽകാൻ നമ്മൾ ശ്രദ്ധിക്കണം. അള്ളാഹു അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണം.